ശ്രീനിത, ഏത് മൂഡ്? ഓണം മൂഡ്. അശ്മി, അത് തന്നെയാണ്. ഏത് മൂഡ്? ഓണം മൂഡ്. വൈബാണ് ഇവിടെ. നമ്മൾ ഏറെ കാത്തിരുന്ന അത്തച്ചമയ ഘോഷയാത്ര അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഈ തൃപ്പൂണിത്തുറയുടെ രാജവീഥികളിലൂടെ പലതരം കലാകാരികൾ, കലാകാരന്മാർ, കലാരൂപങ്ങൾ പയ്യെ പയ്യെ നടന്നു നീങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ ജനങ്ങൾ നിൽക്കുകയാണ്. എല്ലാവരും ഒരേ പൊളി, ഒരേ മൂഡ്, ഒരേ ചിന്ത, ഓണം മൂഡ്. അപ്പോൾ പലതരത്തിലുള്ള കലാരൂപങ്ങളും കലാകാരികളും ഒക്കെ ഉണ്ട്. നേരത്തെ അനുരാ രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മായാവിയും ഗുട്ടൂസനും അടക്കം തെയ്യം, തിറ, അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിരവധി കലാരൂപങ്ങളുണ്ട്. അതായത് നമുക്ക് ഏത് പ്രായക്കാർക്കും ഒരേ വൈബിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. നമുക്കറിയാം, ഇതിന് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. കുഞ്ഞപ്പന് കുറെ കാലം പിടിച്ചു കൊടുക്കണം, വെയിലത്തിരിക്കണം അവൻ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ മാവേലിമാർ, വാമനന്മാർ, ഭരതനാട്യങ്ങൾ, മോഹിനിയാട്ടുകൾ, പുലികൾ, കോൽക്കളി സംഘം, അങ്ങനെ പല കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ എന്താണ് നൃത്തരൂപങ്ങളും അണിനിരക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയോടെ പുരോഗമിക്കുകയാണ്. അത് കേവലം ഒരു ഘോഷയാത്രയല്ല, അത് കേരളത്തിലേക്ക് ഓണം വരുന്ന വരവാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.